ഞാനും അമ്മയും കൂടിയുള്ള ഈ യാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും രാത്രി 9:20 പുറപ്പെടുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിയുള്ള കോഴിക്കോട് എറണാകുളം AC ലോ ഫ്ലോർ ബസ്സിലാണ്. ഫുൾ സീറ്റിംഗുമായി പോകുന്ന എയർപോർട്ട് വണ്ടി ആയതുകൊണ്ട് നേരത്തെ തന്നെ സീറ്റുകൾ റിസർവ് ചെയ്താണ് യാത്ര. ബസ് വന്നത് അരമണിക്കൂറോളം ലേറ്റ് ആയിട്ടാണെങ്കിലും 1.5 മണിക്കൂർ കൊണ്ട്, അതായത് ഷെഡ്യൂൾ സമയത്തിനും 10 മിനിറ്റ് മുൻപേ 11:10 ബസ് നെടുമ്പാശ്ശേരിയിലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. മുഴുവനായും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് കൊച്ചി എയർപോർട്ട്. ബസ് ഇന്റർനാഷണൽ ടെർമിനലായ ടെർമിനൽ 3-ലെത്തി. ഷാർജ, ദുബായ്, അബുദാബി എന്നീ സ്ഥലങ്ങൾ ഉൾക്കൊള്ളിച്ച് യാത്രാനന്ദ എന്ന ടൂർ കമ്പനി സംഘടിപ്പിക്കുന്ന യാത്രയാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. യാത്രാനന്ദ ടീമിന്റെ നിർദ്ദേശമനുസരിച്ച് ടെർമിനൽ 3-യുടെ ഫസ്റ്റ് ഫ്ലോറിലെ D9 പില്ലറിലേക്ക് ഞങ്ങളെത്തി. ഓരോ കോഫിയും കുടിച്ച് അവിടെ എത്തുമ്പോഴേക്കും 28 പേരടങ്ങുന്ന യാത്രാസംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ടൂർ മാനേജർമാരായ പ്രണവും അഭിജിത്തും അവിടെ എത്തി ടിക്കറ്റുകളും യാത്രാനന്ദയുടെ ഓരോ ഹാൻഡ് ബാഗും തൊപ്പിയും വിതരണം ചെയ്തു. ശേഷം 12:30 ചെക്ക് ഇൻ ചെയ്യാനായി എയർപോർട്ടിനകത്തേക്ക്. എയർ അറേബ്യയുടെ ഫ്ലൈറ്റിൽ ഷാർജയിലേക്കാണ് ഈ യാത്ര. ചെക്ക് ഇൻ കഴിഞ്ഞ് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയ സന്തോഷത്തിൽ മുന്നോട്ട്. ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും കടന്ന് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയുടെ വിൻഡോ ഷോപ്പിംഗ് നടത്തിക്കൊണ്ട് ഗേറ്റ് നമ്പർ 5A നടന്നു. ഗേറ്റ് നമ്പർ 5A എത്തി. രാവിലെ 3:25 ഫ്ലൈറ്റിലേക്ക് ബോർഡിംഗ് ആരംഭിക്കും. 3:55 ഡിപ്പാർച്ചർ ടൈം. 3 മണിയോടെ എയർ അറേബ്യ ഫ്ലൈറ്റ് യാത്രയ്ക്ക് തയ്യാറായി എത്തിച്ചേർന്നു. തുടർന്ന് 3:30 എല്ലാവരും വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. കുറച്ച് ദിവസങ്ങളായി രാത്രി പെയ്യുന്ന മഴ കാരണമായിരിക്കാം ഏകദേശം അരമണിക്കൂറോളം വൈകിയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. ടേക്ക് ഓഫ് കഴിഞ്ഞ് മുകളിലെത്തിയതോടെ ക്യാബിൻ ക്രൂ യാത്രക്കാർക്ക് ടിക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രഭാത ഭക്ഷണം കൊടുത്തു തുടങ്ങി. കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കോഫി എന്നാണ് ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ബ്രെഡ് റോൾ, അൺസാൾട്ടഡ് ബട്ടർ, നെസ്കഫേയുടെ ഗ്രൗണ്ട് കോഫി, ആവി പറക്കുന്ന ബോക്സിനുള്ളിൽ നല്ല ചൂട് സ്മോക്ക്ഡ് പൊട്ടറ്റോ, സോസേജ്, ഉപ്പും ഉള്ളിയും മുളകുമില്ലാത്ത ഓംലെറ്റ് എന്നിവയൊക്കെയാണ് ഇന്നത്തെ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ്. സമയം പാഴാക്കാതെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴേക്കും ദൂരെ സൂര്യോദയം കണ്ടു തുടങ്ങി. വെയിൽ വന്ന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേക്കും ഫ്ലൈറ്റ് ഷാർജയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞു. ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റായിരുന്നുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും കാഴ്ചകൾ നന്നായി കാണാമായിരുന്നു. കടൽ തീരങ്ങളും മരുഭൂമിയും റെസിഡൻഷ്യൽ ഏരിയകളും നീളൻ ഹൈവേകളും അതിലൂടെ സോപ്പ് വെട്ടി പോലെ കാണുന്ന ചീറിപ്പായുന്ന വാഹനങ്ങളുമെല്ലാം നമുക്ക് കാണാം.
അങ്ങനെ രാവിലെ ഏകദേശം 7 മണിയോടെ ഫ്ലൈറ്റ് ഷാർജയിൽ ലാൻഡ് ചെയ്തു. ഷാർജ നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു സിംഗിൾ ടെർമിനൽ എയർപോർട്ടാണിത്. ദുബായ് യാത്രക്കാർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റ് എയർപോർട്ട് കൂടിയാണ് ഷാർജ എയർപോർട്ട്. ദുബായ് എമിറേറ്റിന്റെ ബോർഡറിലേക്ക് ഇവിടെ നിന്നും 15 കിലോമീറ്ററാണ് ദൂരം. 1932 പ്രവർത്തനം ആരംഭിച്ച ഷാർജ എയർപോർട്ട് 2003 എയർ അറേബ്യയുടെ ഒഫീഷ്യൽ ഹബ്ബായിട്ട് മാറി. എയർപോർട്ടിലെത്തി ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബാഗേജ് കളക്ട് ചെയ്ത് എയർപോർട്ടിൽ തന്നെ ഫ്രഷപ്പ് ആയ ശേഷമാണ് ഞങ്ങളുടെ ഈ ടൂറിൻ്റെ ആദ്യ ദിനം ആരംഭിക്കുന്നത്. ആ കാഴ്ചകളെല്ലാം വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാം. കോഴിക്കോട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ട്രാവൽ കമ്പനിയായ യാത്രാനന്ദയ്ക്കൊപ്പമാണ് ഞങ്ങളുടെ ഈ യാത്ര. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യാത്രാപ്രേമികൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.